The question is locate all relative extrema and saddle points of f of xy is equal to 4xy minus x raised to 4 minus 5 raised to 4. യൂഷ്വലി ഇതൊരു ഷുവർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നതാണ് റിലേറ്റീവ് എക്സ്ട്രീമ. റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മാക്സിമം ഓർ മിനിമം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് എഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 4xy മൈനസ് എക്സ് റേസ് ടു 4 മൈനസ് 5 റേസ് ടു 4. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ആദ്യം ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും. എഫ് സഫിക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. 4xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ 4y മൈനസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് റേസ് ടു 4 ഡെറിവേറ്റീവ് ഈസ് 4x ക്യൂബ്. y റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 0. സിമിലർലി നമ്മൾ എഫ് വൈയും കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, പാർഷ്യൽ ഡെറിവേറ്റീവ്. 4xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് 4x. അതുപോലെ മൈനസ് എക്സ് റേസ് ടു 4ൻ്റേത് 0, വൈ റേസ് ടു 4ൻ്റേത് മൈനസ് 4y ക്യൂബ്. ഇനി ഇതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സും നമുക്ക് കണ്ടുപിടിച്ച് വയ്ക്കാം. എഫ് എക്സ് എക്സ്, അതായത് എഫ് എക്സിനെ വീണ്ടും എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ എഫ് എക്സ് എക്സ് എന്ന് പറയുമ്പോൾ 4yയുടെ ഡെറിവേറ്റീവ് 0 മൈനസ് 4x ക്യൂബിൻ്റേത് മൈനസ് 4 × 3 ദാറ്റ് ഇസ് മൈനസ് 12x² എന്ന് കിട്ടും. അതുപോലെ എഫ് വൈ വൈ എന്ന് വെച്ചാൽ എഫ് വൈനെ വീണ്ടും y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4xൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 4y ക്യൂബിൻ്റേത് മൈനസ് 12y². Similarly, one more derivative we have to find out, that is fxy. fxy എന്ന് വെച്ചാൽ എഫ് എക്സിനെ y വെച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 4yയുടെ ഡെറിവേറ്റീവ് 4 എന്നും 4x ക്യൂബിനെ y വെച്ച് ചെയ്യുമ്പോൾ 0 എന്നും വരും. സോ ഫസ്റ്റ് ഈ ഒരു പ്രോബ്ലത്തിൽ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ 5 വാല്യൂ ആണ്. എഫ് എക്സ്, എഫ് വൈ, എഫ് എക്സ് എക്സ്, എഫ് വൈ വൈ, എഫ് എക്സ് വൈ. ഇനി നമുക്ക് ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. സോ വി നീഡ് ടു ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് എഫ് എക്സ് ഈക്വൽ ടു 0 എന്നും എഫ് വൈ ഈക്വൽ ടു 0 എന്നും ഇക്വേറ്റ് ചെയ്ത് എക്സിനും വൈക്കും സോൾവ് ചെയ്യാം. ദാറ്റ് മീൻസ് വെൻ എഫ് എക്സ് ഈക്വൽ ടു 0 നമുക്കറിയാം എഫ് എക്സ് ഈക്വൽ ടു 0 ഇവിടെ നമുക്ക് 4y മൈനസ് 4x ക്യൂബ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ. സിമിലർലി എഫ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 4x മൈനസ് 4y ക്യൂബ് ഈക്വൽ ടു 0. So simplifying it or solving this, 4y is equal to 4x cube അല്ലെങ്കിൽ y is equal to x cube. ഇവിടെ അതുപോലെ തന്നെ 4y is equal to 4y cube or x is equal to y cube. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി. ഒന്ന് y equal to x cube, അടുത്തത് x equal to y cube. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും ഡിഫറെൻറ്റ് വാല്യൂസ്, ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൾ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അപ്പം ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി y ഈക്വൽ ടു എക്സ് ക്യൂബ്, എക്സ് ഈക്വൽ ടു വൈ ക്യൂബ് ആണല്ലോ. അപ്പം നമുക്കിവിടെ എക്സിന് വേണമെങ്കിൽ അല്ലെങ്കിൽ വൈക്ക് നമുക്ക് ഈ ഇക്വേഷനിൽ വൈക്ക് പകരം എക്സ് ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, y ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് ക്യൂബ് ദ ഹോൾ ക്യൂബ്, വൈക്ക് എക്സ് ക്യൂബ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് റേസ് ടു 9 എന്ന് കിട്ടും അല്ലേ. അപ്പം നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുവാണെങ്കിൽ എക്സ് റേസ് ടു 9 മൈനസ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇതിൽ നിന്നും ഒരു എക്സ് ഔട്ട്സൈഡ് എടുക്കുക. അതായത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയരുത് എക്സ്, കാരണം നമുക്കിവിടെ എക്സിൻ്റെ എല്ലാ വാല്യൂസും വേണം. അതുകൊണ്ട് നമ്മൾ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു 8 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെ എയ്തർ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലെങ്കിൽ എക്സ് റേസ് ടു 8 ഈക്വൽ ടു 1 എന്ന് കിട്ടും. എക്സ് റേസ് ടു 8 1 ആവുന്നത് ഏതൊക്കെ എക്സിൻ്റെ വാല്യൂസാണ്? എക്സ് 1 ആവുമ്പോഴും എക്സ് മൈനസ് 1 ആവുമ്പോഴും. അപ്പം ആക്ച്വലി നമുക്കിവിടെ എക്സിന് 3 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1. ഇനി എക്സിൻ്റെ വാല്യൂസ് കിട്ടിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ വൈയുടെ വാല്യൂസ് ഈ ഇക്വേഷനിൽ നിന്നും കിട്ടും. ദാറ്റ് ഇസ് എക്സ് 0 ആകുമ്പോൾ വൈ എന്ത് കിട്ടും? എക്സ് 0 ആകുമ്പോൾ വൈ ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു 0. എക്സ് 1 ആകുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു 1 ക്യൂബ്, സോ എക്സ് ഈസ് ഈക്വൽ ടു 1. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1, ദെൻ മൈനസ് 1 ഹോൾ ക്യൂബ് മൈനസ് 1. അപ്പം വൈക്ക് മൈനസ് 1 കിട്ടും. അതായത് നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിട്ട് കിട്ടുക? എക്സ് 0, വൈ 0 ഒരു പോയിൻറ്റ്, അടുത്തത് എക്സ് 1, വൈ 1 അടുത്ത പോയിൻറ്റ്, അതുപോലെ എക്സ് മൈനസ് 1, വൈ മൈനസ് 1 തേർഡ് പോയിൻറ്റ്. അപ്പോൾ ഈ 3 പോയിൻറ്റ്സുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. ഇനി ഈ പോയിൻറ്റുകളിൽ എവിടെയൊക്കെയാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം അല്ലെങ്കിൽ സാഡിൽ പോയിൻറ്റ്സ് ഒക്കർ ചെയ്യുന്നതാണ് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കിനി ഇതിൽ ഏത് പോയിൻ്റാണ് മാക്സിമം ആൻഡ് മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
നമുക്ക് അടുത്ത ടേം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡി. ഡി ഈസ് ഡിഫൈൻഡ് ആസ് എഫ് എക്സ് എക്സ് ഇൻറ്റു എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എഫ് എക്സ് എക്സ് ഈസ് -12x², എഫ് വൈ വൈ എസ് -12y², എഫ് എക്സ് വൈ എസ് 4 ദ ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു 144x²y² -16 എന്നാണ് ഇപ്പോൾ വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കോളമായിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്, പിന്നെ എഫ് എക്സ് എക്സ്, അതുപോലെ ഡിയുടെ വാല്യൂ, ദെൻ അവർ കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് ഒന്ന് 0 0, അടുത്തത് 1 1, അടുത്തത് -1 -1. അപ്പോൾ നമ്മൾ എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ എഫ് എക്സ് എക്സ് ഈസ് 0. ഓക്കെ, ദെൻ ഡിയുടെ വാല്യൂ നമുക്ക് കൊടുക്കാം. ഡി ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിന് 0 വൈക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ ഡിയുടെ വാല്യൂ -16 ആണ് കിട്ടുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് എഫ് എക്സ് എക്സ് ഫോർ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1, എക്സിനും വൈക്കും വൈ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എഫ് എക്സ് എക്സ് ഈസ് ഈക്വൽ ടു -12 എന്നാണ് കിട്ടുക. അതുപോലെ ഡി ഈസ് ഈക്വൽ ടു, ഡിക്ക് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനും വൈക്കും 1 കൊടുക്കുമ്പോൾ 144 -16 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് 128. ഓക്കെ, 144 -16 ഈസ് 128. ഇനി അതുപോലെ എക്സിനും വൈക്കും -1 കൊടുക്കുമ്പോൾ എഫ് എക്സ് എക്സ് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് -12 ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ -12 വരും. ഇനി ഡിക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക. എക്സിനും വൈക്കും -1 കൊടുക്കുമ്പോൾ 144 -16 ഷെയർ ദ സെയിം വാല്യൂ 128. ഓക്കെ, സോ ഇതിൽ നിന്നാണ് നമ്മൾ ഇനി കൺക്ലൂഷൻ എഴുതുന്നത്. ഓൾറെഡി നിങ്ങൾ കൺക്ലൂഷൻ പഠിച്ചു വെക്കണം. കൺക്ലൂഷൻ ഇങ്ങനെയാണ് പറയുക: ഇഫ് ഡി ഈസ് ലെസ് ദാൻ 0 ദ പോയിന്റ് ഈസ് എ സാഡിൽ പോയിന്റ്. ഓക്കെ, നമുക്ക് ഡിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ പോയിന്റ് സാഡിൽ പോയിന്റ് ആണ്. ഇനി ഡി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് റിലേറ്റീവ് എക്സ്ട്രീമ ഉണ്ട്. ഏതൊരു മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. ഇനി മിനിമം ആണോ മാക്സിമം ആണോ എന്നറിയാൻ എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ നോക്കുക. ഇഫ് എഫ് എക്സ് എക്സ് ഈസ് ലെസ് ദാൻ 0, ഇൻ ദാറ്റ് കേസ് ദ പോയിന്റ് ഈസ് എ മാക്സിമം പോയിന്റ്. ഓക്കെ, എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ പോയിന്റ് മാക്സിമവും, എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദ പോയിന്റ് മിനിമവുമാണ്. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് കേസ് our conclusion is, ഇവിടെ നമുക്ക് ഡി എന്ന് പറയുന്ന ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് ഈ പോയിന്റ് സാഡിൽ പോയിന്റ് ആണ്. 0 0 എന്ന് പറയുന്ന പോയിന്റ് സാഡിൽ പോയിന്റ് ആണ്. ആൻഡ് ഈ കേസിൽ ഡി എസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് എക്സ്ട്രീമ ഉണ്ട്. അപ്പം അവിടെ എഫ് എക്സ് എക്സ് നോക്കുക. ഇവിടെ എഫ് എക്സ് എക്സ് ഈസ് ഓൾസോ ലെസ് ദാൻ 0. സോ ദിസ് പോയിന്റ് ഈസ് എ റിലേറ്റീവ് മാക്സിമം. ഓക്കെ, റിലേറ്റീവ് മാക്സിമം പോയിന്റ് ആണ്. അതുപോലെ തന്നെ തേർഡ് കേസിലും -1 എന്ന് പറയുന്ന പോയിന്റിലും ഡി ഗ്രേറ്റർ ദാൻ 0ലും എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് ആ പോയിന്റും ഒരു റിലേറ്റീവ് മാക്സിമം പോയിന്റ് ആണ്. സോ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് 0 0 ഈസ് ദ പോയിന്റ് വിച്ച് ഇസ് എ സാഡിൽ പോയിന്റ്, 1 1 ഈസ് ദ റിലേറ്റീവ് മാക്സിമം പോയിന്റ്, ആൻഡ് -1 ഈസ് ദ റിലേറ്റീവ് മാക്സിമം പോയിന്റ്. So this is how we do the problem of relative extrema, problem to find relative extrema. Okay, thank you.